നമസ്കാരം. കഴിഞ്ഞ 15 വർഷമായി കൂത്താട്ടുകുളത്ത് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന കൂത്താട്ടുകുളം കാർഷിക വിപണി ജില്ലാ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മി ശ്രീയും സംഘവും സന്ദർശിച്ചു. വാർത്തയിലേക്ക്. കൂത്താട്ടുകുളം പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സഹകരണത്തോടെയും ജനകീയ അംഗീകാരത്തോടെയും 15 വർഷമായി പ്രവർത്തിക്കുന്ന കാർഷിക വിപണന കേന്ദ്രം ജില്ലാ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മി ശ്രീയും സംഘവും ഇന്നലെ ഉച്ചയോടെ സന്ദർശിച്ചു. 2,40,00,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇതുവരെ ഈ സംഘത്തിലൂടെ കഴിക്കാൻ കഴിഞ്ഞതിനെ തുടർന്ന് വിപണന കേന്ദ്രത്തിന്റെ തുടർ പ്രവർത്തനത്തിന് സർക്കാർ തലത്തിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വിപണന കേന്ദ്രം പ്രസിഡന്റ് ജോയിക്കുട്ടി ജോണിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് സംഘം പരിശോധിക്കാൻ എത്തിയത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഒരു ജനകീയ അംഗീകാരം നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കൂത്താട്ടുകുളത്തെ കാർഷിക വിപണിക്ക് നാളിതുവരെയായി നമുക്ക് ഒരു കൃഷി വകുപ്പിൻ്റെയോ മറ്റുള്ള സർക്കാർ സാമ്പത്തിക സഹായങ്ങളൊന്നും തന്നെ ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. കൃഷിമന്ത്രി സുനിൽകുമാറിന്റെ കാലത്ത് അദ്ദേഹം ഇവിടം സന്ദർശിക്കുകയും 10 ലക്ഷം രൂപ വിപണന കേന്ദ്രത്തിന് സഹായധനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതുവരെ ആ ധനസഹായം ലഭിച്ചിട്ടില്ല. കൃഷി വകുപ്പിന് നിരവധി തവണ നമ്മൾ ഒരു നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പത്തെ മന്ത്രിയായിരുന്ന ശ്രീ സുനിൽകുമാർ ഇവിടെ വന്നൊരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കൊരു 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചെങ്കിലും നമുക്കെന്തോ അതുകൊണ്ട് അതിൽ നിന്ന് 1 രൂപ പോലും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ നിരന്തരമായി നമ്മൾ ഈ സർക്കാരുമായിട്ടുള്ളൊരു ബന്ധത്തിൽ അപ്പോൾ അത് നമുക്ക് ചെയ്തു തരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. വിപണി പ്രവർത്തനത്തിന് പ്രതിവാരം 25,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ലാഭവിഹിതത്തിന്റെ 2% തുക ഇപ്പോഴും അംഗങ്ങൾക്ക് വിതരണം ചെയ്തു വരുന്നു. സംഘടനയുടെ കമ്മിറ്റിക്കാർ അടക്കമാണ് വിപണി പ്രവർത്തനത്തിന് സഹായകരമായി പ്രവർത്തിക്കുന്നത്. സർക്കാർ ധനസഹായം ലഭിച്ചാൽ വിപണി കൂടുതൽ ഫലവത്താക്കി പ്രവർത്തിച്ച് മുന്നോട്ടു പോകാനാകുമെന്ന് കാർഷിക വിപണന കേന്ദ്രം പ്രസിഡന്റ് ജോയിക്കുട്ടി ജോൺ, സെക്രട്ടറി പോൾ മാത്യു, സജി ജോസഫ് തുടങ്ങിയവർ പറഞ്ഞു. സഹായധനം ലഭിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ADA മുമ്പാകെ നിവേദനം നൽകി. നിലവിൽ ഇത്തരം കേന്ദ്രങ്ങൾക്ക് ഇക്കോ ഷോപ്പുകൾ തുടങ്ങുന്നതിന് സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് എന്നും കൂത്താട്ടുകുളം വിപണന കേന്ദ്രത്തിന് ആവശ്യമായ സഹായധനം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ADA ലക്ഷ്മി ശ്രീ പറഞ്ഞു. അങ്ങനെ എന്താണേലും ഞാൻ ഈ നിവേദനം ഒന്ന് നോക്കിയിട്ട് അങ്ങനെ റെജുമിനേഷന് സഹായകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഫണ്ടുകൾ വാങ്ങാൻ സാധിക്കുമെങ്കിൽ അത് എന്താണെങ്കിലും കൂത്താട്ടുകുളം മാർക്കറ്റിന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതിനോടൊപ്പം തന്നെ കൂത്താട്ടുകുളം മാർക്കറ്റിൻ്റെ എന്ത് സഹായത്തിനും കൃഷി വകുപ്പ് ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്നുള്ളൊരു ഉറപ്പും കൂടി നൽകുന്നു. പിറവം ബ്ലോക്ക് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ സീന PG, കൂത്താട്ടുകുളം കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് LDPS എന്നിവർ ഉണ്ടായിരുന്നു. കൂത്താട്ടുകുളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.